വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഓർമ്മിക്കുക, പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും നാം ഈ യാത്രയിൽ പതറുകയോ തളരുകയോ വീഴുകയോ വഴിമാറിപ്പോവുകയോ ചെയ്യും. തൽഫലമായുണ്ടാകുന്ന ആത്മീയ മാനസിക മുറിവുകൾ പഴുത്തു വ്രണമാകാതെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധിയുടെ കുളിർമയേകി പരമപരിശുദ്ധനായ ഈശോയിൽ ഒന്നായി ചേരുന്ന തിരുക്കർമ്മമായ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുന്ന ശുദ്ധീകരണ കർമ്മമാണ് കുമ്പസാരമെന്ന കൂദാശ. തിരുസഭയിലെ പ്രവേശക കൂദാശയായ കുമ്പസാരത്തിലൂടെയാണ് ഈശോ ഒരുവനെ സ്വന്തമാക്കുന്നതും പരിശുദ്ധ കുർബാന വഴി ഈശോയിലേക്ക് അടുപ്പിക്കുന്നതും. കുമ്പസാരത്തിലൂടെ വൈദികന്റെ ആശീർവാദം സ്വീകരിച്ചു കഴിയുമ്പോൾ വലിയൊരു സമാധാനവും പ്രത്യേകിച്ച് രോഗങ്ങളിൽ സൗഖ്യവും ലഭിക്കുന്നു. കുമ്പസാര സമയത്ത് വൈദികനുമായി പങ്കുവെക്കേണ്ടത് ചെയ്യുവാൻ കഴിയുമായിരുന്നിട്ടും ചെയ്യാതെ പോയ നന്മകൾ, ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരുന്നത്, ഒഴിവാക്കേണ്ട തിന്മകൾ ഒഴിവാക്കാതിരുന്നത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിച്ചത്. ഇങ്ങനെ ദൈവത്തിന്റെ 10 കൽപ്പനകൾക്കും തിരുസഭയുടെ കൽപ്പനകൾക്കും വിരുദ്ധമായ ചിന്തയുടെയും പ്രവൃത്തികളുടെയും ശുദ്ധീകരണമാണ് കുമ്പസാരത്തിൽ നടക്കുന്നത്. ഇത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ഈ കൂദാശയിലൂടെ ആത്മീയ ഭൗതിക ജീവിതത്തിലെ പിഴവുകൾ തിരിച്ചറിയാനും മനസ്തപിക്കാനും അവ ആവർത്തിക്കാതിരിക്കാനും നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് വിശുദ്ധിയുടെ കെട്ടുറപ്പ് നൽകുന്ന കുമ്പസാരമെന്ന കൂദാശ മാറ്റി നിർത്തിയാൽ ദൈവികാനുഭവം നമ്മിൽ നിന്നും മാറി നിൽക്കും. ഈശോയോട് എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം മനസ്താപത്തോടെ വിശ്വസ്തയോടെ നാം കുമ്പസാരിക്കും. അങ്ങനെയുള്ള കുമ്പസാരം നമ്മുടെ ജീവിതം അചിന്തനീയമാം വിധം മാറ്റിമറിക്കും. കുമ്പസാരത്തിലൂടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നമുക്ക് ലോകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. പൂർണ്ണമായി ഈശോയുടേതായി തീരാം. ഈ വിശ്വാസവും ബോധ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.